കള്ളാടിയിലേക്കാണ്, വയനാട്ടിലേക്കാണ്. കള്ളാടിയിൽ കാണാമറയത്ത് ഇനി ഒരാൾ കൂടിയുണ്ട്. മണ്ണിടിച്ചിലിന്റെ കാരണം കണ്ടെത്താൻ അന്വേഷണങ്ങൾ തുടങ്ങുകയുമാണ്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കാണാതായ ഹിമാചൽ പ്രദേശ് സ്വദേശി വിക്രം റാണയ്ക്കായി 5ാം ദിനമായി ഇന്നും തിരച്ചിൽ തുടരും. 2ാം സോൺ കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ തിരച്ചിൽ. അപകടത്തിൽ കാണാതായ 8 പേരിൽ കൺസ്ട്രക്ഷൻ മാനേജറായ വിക്രം റാണയെ മാത്രമാണ് ഇനി കണ്ടെത്താനുള്ളത്. ഇന്നലെ നടത്തിയ തിരച്ചിലിൽ പശ്ചിമബംഗാൾ സ്വദേശി രാകേഷ് ഗുജ്ജറിന്റെ മൃതദേഹം കിട്ടിയിരുന്നു. ബെൻസൺ വിവരങ്ങളുമായി ചേരുന്നു. ബെൻസൺ, ഗുഡ് മോർണിംഗ്. പറഞ്ഞ പോലെ ഒരു ദുരന്തമുണ്ടായി. ഇന്ന് 5ാമത്തെ ദിവസമാണ്, 5ാമത്തെ പകലാണ്. ഇനിയും ഒരാളെ കണ്ടെത്താനുണ്ട്. ഇന്നത്തെ പരിശോധന എങ്ങനെയാണ്? പരിശോധനകൾക്ക് തുടക്കമായിട്ടുണ്ടോ? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായി ഇന്നിപ്പോൾ 5ാം ദിനമാണ്. 5ാം ദിനമായി ഇന്നും അല്പസമയത്തിനുള്ളിൽ തന്നെ തിരച്ചിൽ പുനരാരംഭിക്കും. ഈ അപകടത്തിൽ കാണാതായ 8 പേരിൽ ഇനി ഒരാളെ മാത്രമാണ് കണ്ടെത്താനുള്ളത്. അത് കൺസ്ട്രക്ഷൻ മാനേജറായിട്ടുള്ള വിക്രം റാണ എന്ന അദ്ദേഹത്തെയാണ്. അദ്ദേഹം പശ്ചിമ ബംഗാൾ സ്വദേശിയാണ്. ഇന്നലെ നടത്തിയ പരിശോധനയിൽ ഒരാളുടെ മൃതദേഹമാണ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അത് പശ്ചിമ ബംഗാൾ സ്വദേശി തന്നെയായിട്ടുള്ള രാകേഷ് ഗുജ്ജറിന്റെ മൃതദേഹമായിരുന്നു. അത് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത് നമുക്കറിയാം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മീനാക്ഷി പാലത്തിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ താഴെ പുഴയിൽ നിന്നുമായിരുന്നു ആ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും പുഴയെല്ലാം തന്നെ കേന്ദ്രീകരിച്ചാണ് പരിശോധന കൂടുതൽ ഉണ്ടാകുക. അതോടൊപ്പം തന്നെ സോൺ 2 കേന്ദ്രീകരിച്ചാണ് ഇന്ന് കൂടുതൽ തിരച്ചിലുണ്ടാവുക എന്നുള്ളതാണ് ഇന്നലെ മന്ത്രി സിദ്ദിഖ് അവസാനമായി നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ തിരച്ചിൽ പുനരാരംഭിക്കും. അതിനുമായി ബന്ധപ്പെട്ട പോലീസിന്റെയും NDRFന്റെയും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെയും സേനാംഗങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിലവിൽ എന്താണെങ്കിലും രാവിലെ അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയാണ് ഉള്ളത്. ഇന്നലെയും സമാന രീതിയിൽ അധികം മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയാണുള്ളത്. അപ്പോൾ തിരച്ചിൽ ഏറ്റവും നല്ല രീതിയിൽ നടത്താൻ കഴിയും, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ കൂടി കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഈ തിരച്ചിലിന് നേതൃത്വം നൽകുന്ന ആളുകൾ പങ്കുവയ്ക്കുന്നത്. ഈ അപകടവുമായി ബന്ധപ്പെട്ട് നിലവിൽ 7 പേരാണ് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. അതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. അതീവ ഗുരുതരമല്ല, പക്ഷേ അല്പം ഗുരുതരമാണ് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും നമുക്കറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ 49 കുടുംബങ്ങളിലായി 132 പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിലും കഴിയുന്നുണ്ട്. ആ ക്യാമ്പുകളിലും ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. യാതൊരു വിധത്തിലുള്ള പരാതികളും അവിടെ നിന്നും ഉയർന്നു വരുന്നില്ല. നിലവിൽ എന്താണെങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മണ്ണിടിച്ചിലിന്റെ കാരണത്തെ സംബന്ധിച്ച് പലതരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ കൺസ്ട്രക്ഷൻ കമ്പനിയായിട്ടുള്ള കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും പരസ്പരം പഴിചാരുന്ന കാഴ്ച നമ്മൾ ഇന്നലെയും കാണുന്നുണ്ടായിരുന്നു. സമാന രീതിയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട പല അപ്ഡേറ്റ്സുകൾ ഇന്നും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഈ മണ്ണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്ന ഈ മണ്ണ് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് പഠിക്കാനായിട്ടൊരു വിദഗ്ധ സമിതിയെ സംസ്ഥാന സർക്കാർ ഇന്നലെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അവരും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇവിടെ എത്തി പരിശോധന നടത്തും. കോഴിക്കോട് NITയിലെ പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ സന്തോഷ് ജി തമ്പി, പരിസ്ഥിതി ഡയറക്ടറേറ്റ് എഞ്ചിനീയർ ഡോക്ടർ ജൂഡ്, അതോടൊപ്പം തന്നെ NCESSലെ പ്രതിനിധികൾ എന്നിവരാണ് ഈ സമിതിയിലെ അംഗങ്ങളായിട്ടുള്ളത്. അപ്പോൾ അവരും അടുത്ത ദിവസം തന്നെ വന്ന് ഇവിടുത്തെ ഈ പരിശോധന നടത്തും. ഈ മണ്ണ് ഏത് നിലയിൽ മാറ്റാൻ സാധിക്കും, ഈ മണ്ണ് മാറ്റുന്നത് വീണ്ടും ഒരു അപകടത്തിന് കാരണമാകും എന്നുള്ളത് തന്നെയാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ അത് ഏത് നിലയിൽ അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത അവരുടെ പഠനത്തിൽ നിന്നും ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷന്റെ ഡൽഹിയിൽ നിന്നുള്ള വിദഗ്ധ സംഘം പരിശോധനയ്ക്കായി എത്തുമെന്ന് അറിയിച്ചിരുന്നു. അവർ ഇന്നലെ എത്തുമെന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നോ അതല്ലെങ്കിൽ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ അവരെത്തുകയും പരിശോധന നടത്തുകയും ആ റിപ്പോർട്ടും സമർപ്പിക്കുകയും ചെയ്യും. അതിലൂടെ തന്നെ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരും. പക്ഷേ ദുരന്ത കാരണം എന്ത് എന്നുള്ളതിലാണ് ഇനിയൊരു വ്യക്തത വരേണ്ടത്. അങ്ങനെ അന്വേഷണങ്ങൾക്കും ഇന്ന് ഈ കൊങ്കൺ ഭാഗത്തു നിന്നുള്ളവരുടെയൊക്കെ വരവ് ഇന്നാണ്. കൂടുതൽ വ്യക്തത വരേണ്ടതുമുണ്ട്.